ചൂടുനീരുറവയിലേക്കൊരു യാത്ര. അങ്ങനെ വേനലവധി അവസാനിക്കുകയായി. ടോമോയിലെ വിദ്യാർത്ഥികൾ ഏറ്റവും ആകാംക്ഷയോടെ കാത്തിരിക്കാറുള്ള ആ ദിനമെത്തി. ചൂടുനീരുറവയുടെ തീരത്തേക്കുള്ള ഉല്ലാസയാത്രയുടെ ദിനം. ഒരു ദിവസം സ്കൂളിൽ നിന്ന് വന്നപാടെ ടോട്ടോ ചാൻ അമ്മയോട് ചോദിച്ചു, സ്കൂളിൽ നിന്ന് എല്ലാവരും പോണു ചൂടുറവ കാണാൻ, ഞാനും പോട്ടെ? ടോമോയിലെ വിചിത്രമായ പരിപാടികൾ ഈയിടെയായി അമ്മയെ അത്ഭുതപ്പെടുത്താറില്ലെങ്കിലും ഇത്തവണ അവർ അന്തം വിട്ടുപോയി. പ്രായമായ ആളുകൾ സംഘം ചേർന്ന് ചൂടുനീരുറവ സന്ദർശിക്കാറുള്ളതായി അവർ കേട്ടിട്ടുണ്ട്. പക്ഷേ ഒന്നാം തരത്തിൽ പഠിക്കുന്ന ഈ പിഞ്ചുകുട്ടികൾ ആ സംശയം നീണ്ടു നിന്നില്ല. മാസ്റ്റർ കൊടുത്തയച്ച കത്ത് അവർ ശ്രദ്ധയോടെ വായിച്ചു. എന്തുകൊണ്ടും കൊള്ളാവുന്ന ഒരു പരിപാടിയാണിത്. വായിച്ചു കഴിഞ്ഞപ്പോൾ അവർക്ക് തോന്നി. മാസ്റ്ററുടെ ബുദ്ധിയെ അവർ മനസ്സുകൊണ്ട് അഭിനന്ദിച്ചു. ഷിസുവോഗയിലെ ഇസു തുരത്തിലാണ് തൊയി എന്ന മനോഹരമായ കടൽ തീരം. കടലിൽ അപൂർവമായ ആ ചൂടുനീരുറവ. കുട്ടികൾക്ക് അവിടെ അനായാസം നീന്താം, ചൂടുവെള്ളത്തിൽ കുളിക്കാം. കടൽ തീരത്തെ പള്ളിക്കൂടം 3 ദിവസത്തേക്കാണ്, 3 പകലും 2 രാത്രി. ഒരു ടോമോ വിദ്യാർത്ഥിയുടെ പിതാവിന് അവിടെ ഒരു വേനൽക്കാല വസതിയുണ്ട്. 1-ാം തരം മുതൽ 6-ാം തരം വരെയുള്ള 50 കുട്ടികൾക്കും അവിടെ ഒരുമിച്ച് തങ്ങാം. അമ്മ ഒരു പുഞ്ചിരിയോടെ അനുവാദം കൊടുത്തു. നിശ്ചിത ദിവസം യാത്ര തിരിക്കുന്നതിന് മുമ്പായി ടോമോയിലെ വിദ്യാർത്ഥികളെല്ലാം അസംബ്ലി ഹാളിൽ ഒത്തുചേർന്നു. ആദ്യം തീവണ്ടിയിലും പിന്നെ കപ്പലിലുമായിട്ടാണ് യാത്ര. യാത്രക്കിടയിൽ ആരെയെങ്കിലും കാണാതാവുകയോ മറ്റോ ചെയ്താൽ വിഷമമാകും. കേട്ടൂലോ? ഓ, എന്നാൽ നമുക്കിറങ്ങാം, മാസ്റ്റർ പറഞ്ഞു. പള്ളിക്കൂടത്തിലെ ദൈനംദിന ചര്യകളിലൂടെ കുട്ടികൾ അവരറിയാതെ തന്നെ പലതും മനസ്സിലാക്കിയിരിക്കുന്നു. തങ്ങളെക്കാൾ ചെറുതും ദുർബലരുമായ കുട്ടികളെ പിടിച്ചു തള്ളുക, കരയിപ്പിക്കുക തുടങ്ങിയ പ്രവർത്തികൾ തെറ്റാണ്, ലജ്ജാകരമാണ്. നടന്നു വരുന്ന വഴി ചപ്പുചവറുകൾ കാണുകയാണെങ്കിൽ പെറുക്കി മാറ്റണം. മറ്റുള്ളവർക്ക് ശല്യവും ദുഃഖവും ഉണ്ടാക്കുന്ന പ്രവർത്തികൾ കഴിയുന്നതും ഒഴിവാക്കാൻ ശ്രമിക്കണം എന്നിങ്ങനെ പലതും. ടോട്ടോ ചാന് വന്ന മാറ്റമാണ് അവിശ്വസനീയം. മാസങ്ങൾക്ക് മുൻപ് വരെ ക്ലാസ് സമയത്ത് ജനലിലൂടെ തെരുവ് പാട്ടുകാരുമായി സല്ലപിച്ച് ഏവരെയും കുഴക്കിയിരുന്ന ടോട്ടോ ചാൻ ടോമോയിലെത്തിയ അന്നു മുതൽ ഒതുക്കമുള്ള ഒരു വിദ്യാർത്ഥിനിയായി മാറിയിരിക്കുന്നു. തൻ്റെ സീറ്റിൽ തന്നെ ഇരുന്ന് പാഠങ്ങൾ കൃത്യമായി പഠിക്കുന്നു. തീവണ്ടിയിൽ മറ്റുള്ളവരോടൊപ്പം മര്യാദക്കാരിയായി കൂടിയിരിക്കുന്ന ഈ ടോട്ടോ ചാനെ പഴയ പള്ളിക്കൂടത്തിലെ അധ്യാപകരെങ്ങാനും കണ്ടാലോ? നമ്മുടെ ടോട്ടോ ചാനോ? ഹേയ്, അല്ലല്ല, ഇത് വേറെ ആരോ ആണ് എന്നവർ വിസ്മയം കൊള്ളാതിരിക്കില്ല. കുട്ടികളുടെ സ്വപ്നങ്ങൾ അത്രയും കപ്പൽ യാത്രയെക്കുറിച്ചായിരുന്നു. നുമാസുവിൽ വെച്ചാണ് അത് യാഥാർത്ഥ്യമായത്. അവർ കപ്പലിൽ കയറി. വലിയ കപ്പലായിരുന്നില്ല, എങ്കിലും കുട്ടികളെ അത് ആവേശം കൊള്ളിച്ചു. ഓരോന്നിൽ പിടിച്ചു തൂങ്ങിയും ഒരിടത്ത് തൊട്ടുനോക്കിയും ഡെക്കിൻ്റെ മുക്കും മൂലയും അവർ പരിശോധിച്ചു. കപ്പൽ നീങ്ങിത്തുടങ്ങി. കടൽപ്പാലത്തിൽ നിന്നിരുന്ന ആൾക്കൂട്ടത്തെ നോക്കി കുട്ടികൾ കൈവീശി. ഏറെ ദൂരം പിന്നിട്ടില്ല, അതിനു മുൻപ് മഴ ആരംഭിച്ചു. ഡെക്ക് ഉപേക്ഷിച്ച് അവർക്ക് ഉള്ളിലേക്ക് പോകേണ്ടി വന്നു. പൊടുന്നനെ കടൽ ഇരമ്പി മറിയാൻ തുടങ്ങി. കൊച്ചു ടോട്ടോയുടെ ഉള്ളിൽ ഭയവും സങ്കടവും ഒട്ടിട്ടു. മിക്ക കുട്ടികളുടെയും മുഖം മ്ലാനമായി കഴിഞ്ഞിരുന്നു. അപ്പോഴേക്കും ഒരു മുതിർന്ന ആൺകുട്ടി ചാടി എണീറ്റ് കപ്പലിൻ്റെ മധ്യത്തിലായി നിന്നു. എല്ലാവരുടെയും ശ്രദ്ധ അങ്ങോട്ടായി. കപ്പലിനെ നേരെ നിർത്തുന്നതിനുള്ള സ്റ്റെബിലൈസറാണ് താൻ എന്ന ഭാവത്തിലാണ് കക്ഷിയുടെ നിൽപ്പ്. കപ്പൽ ആടി ഉലഞ്ഞതും അവൻ ഭും എന്ന മുളക്കത്തോടെ ഒരു വശത്തേക്ക് തിരിച്ചു. കപ്പൽ ചെരിയുന്നതിനനുസരിച്ച് തിരികെ എതിർവശത്തേക്കും ഭും, വീണ്ടും വീണ്ടും. ഭൂങ്കാരത്തോടെ ഇരുവശങ്ങളിലേക്കും. കപ്പൽ പേടി ബാധിച്ച് മ്ലാനമായ മുഖങ്ങളിൽ ചിരി പൊട്ടിത്തുടങ്ങി. കപ്പൽ തൊയിലെത്തുമ്പോഴും കുട്ടികൾ വീണ് ചിരിക്കുകയായിരുന്നു. എല്ലാവരും പുറത്തിറങ്ങി. കടൽ പേടിയും കരച്ചിലുമൊക്കെ മാറി കുട്ടികളെല്ലാം ആഹ്ലാദത്തിലായിരുന്നു. അപ്പോഴാണ് അതുവരെ ഉല്ലാസത്തിലായിരുന്ന പാവം ഭൂമിൻ്റെ മുഖത്തൊരു വല്ലായിക. ഒരു കടൽ തീര ഗ്രാമമാണ് തോയിസ്പ. മനോഹരവും തിരക്കൊഴിഞ്ഞതും, ചുറ്റുപാടും പച്ചക്കുന്നുകൾ. അല്പനേരത്തെ വിശ്രമത്തിന് ശേഷം അധ്യാപകർ കുട്ടികളെ കടൽക്കരയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. എല്ലാവരും നീന്തൽ വസ്ത്രങ്ങൾ ധരിച്ചു. കടൽ ടോമോയിലെ നീന്തൽക്കുളമല്ലല്ലോ. കടലിലെ ചൂടുനീരുറവ ഒരു അപൂർവ പ്രതിഭാസമാണ്. അതിർത്തി തിരിക്കാനാവാത്ത വിധം ഒരു കടലിൻ്റെ ബാക്കി ഭാഗങ്ങളുമായി ചേർന്ന് കിടക്കുന്നു. നീരുറവയൊഴുകുന്നിടത്ത് കഴുത്തോളം മുങ്ങി നിൽക്കാം. അപ്പോൾ ജലത്തിൻ്റെ ഇളം ചൂട് നമ്മെ തഴുകി കടന്നുപോകും. വല്ലാത്തൊരനുഭൂതിയാണത്. ചൂടുനീരിലെ സ്നാനം. ഉറവയ്ക്കപ്പുറത്തെ കടലിലേക്ക് 15 അടിയോളം ദൂരമുണ്ട്. അങ്ങോട്ടേക്ക് മെല്ലെ ഊളിയിടുക. ചൂട് കുറേശ്ശെ കുറഞ്ഞു വരും. നന്നേ തണുത്തു കഴിയുമ്പോഴാണ് നാം കടലിലെത്തിയെന്നറിയുക.
തണുപ്പധികമാവുമ്പോൾ തിരികെ ഉറവിയിലേക്ക് തിടുക്കത്തിൽ നീന്താം. കഴുത്തോളം വെള്ളത്തിൽ നിന്ന് വീണ്ടും ഒരു ഉഷ്ണജല സ്നാനം. വീടിനുള്ളിൽ ചൂടുവെള്ളം നിറച്ച ടാങ്കിലെന്ന പോലെ. ഒരു കൂട്ടം പേർ കടലിൻ്റെ തണുപ്പിലൂടെ നീന്തി തുടിക്കുമ്പോൾ മറ്റൊരു പറ്റം നീരുറവയിലെ വട്ടം കൂടി നിന്ന് കിതപ്പാറ്റുന്നു. ഒരു കുളിമുറിയിലെന്ന പോലെ പരസ്പരം വെള്ളം കോരിയൊഴിച്ച് കലപില കൂട്ടുന്നു. വലിയ ആളുകളെപ്പോലെയാണല്ലോ ഇവർ ചൂട് നീരുറവയിൽ കുളിക്കണേ. തോയി കടപ്പുറത്ത് ഈ കാഴ്ച കണ്ടുനിന്ന് ആരൊക്കെയോ പിറുപിറുത്ത് കാണണം. അക്കാലത്ത് കടൽപ്പുറം മിക്കവാറും ശൂന്യമായിരുന്നു. ആ തീരം തങ്ങളുടെ വീട്ടുമുറ്റം പോലെ സ്വന്തമെന്ന് കുഞ്ഞുങ്ങൾക്ക് തോന്നിയിരിക്കണം. അപൂർവമായ ആ ചൂട് നീരുറവയുടെ ആൾത്തിരക്കില്ലാത്ത വിധാനത്തിൽ അവർ ആവോളം ഒഴുകി. സമുദ്രത്തിൻ്റെ ശീതത്തിലൂടെ ഒഴുകി. തിരികെ താമസ സ്ഥലത്തെത്തിയപ്പോൾ സായാഹ്നമായിരുന്നു. ഏറെ നേരം വെള്ളത്തിലായിരുന്നതിനാൽ കുട്ടികളുടെ കൈകാലുകൾ കോച്ചി വലിഞ്ഞിരുന്നു. വിരലുകൾ നിറയെ തുടുത്ത ചുളിവുകൾ. കമ്പിളിപ്പുതപ്പിനടിയിൽ ചുരുണ്ടുകിടന്ന് ഓരോ രാത്രികളിലും അവർ ഊഴം വച്ച് കഥകൾ പറഞ്ഞു. എല്ലാം പ്രേതകഥകൾ. ടോറ്റോച്ചാന് പേടി കൊണ്ട് കരച്ചിൽ വന്നു. അവൾ മാത്രമല്ല, ഒന്നാം തരത്തിൽ എല്ലാവരും കരഞ്ഞു. പൊഴിയുന്ന കണ്ണുനീരിനിടയിലും അവർ ആകാംക്ഷയോടെ ചോദിക്കും, എന്നിട്ടോ? തോയിസ്പ തീരത്തെ 3 ദിനങ്ങൾ സ്കൂളിനുള്ളിലെ ക്യാമ്പ് പോലെയോ പേടിയില്ല പരീക്ഷ പോലെയോ ആയിരുന്നില്ല. അവിടുത്തെ അനുഭവങ്ങൾ പുറം ലോകത്തെ ജീവിതത്തിൽ നിന്നുള്ളവയായിരുന്നു. ഉദാഹരണത്തിന്, ഊണിനു വേണ്ട പച്ചക്കറിയും മീനും വാങ്ങാൻ പോകുന്ന കാര്യമെടുക്കാം. കുട്ടികൾ തന്നെയാണ് ഊഴം വെച്ച് പോവുക. പോകുന്ന വഴിക്ക് ചിലപ്പോൾ ചിലർ ചോദിച്ചെന്നിരിക്കും, കുട്ടികളെ, നിങ്ങൾ ഏത് സ്കൂളിലേക്കാ? അല്ലെങ്കിൽ എവിടുന്ന് വരിക നിങ്ങൾ? അവരോട് താഴ്മയോടെ മറുപടി പറയേണ്ടതുണ്ട്. കുട്ടികളിൽ ചിലരെ ഇതിനിടെ മരക്കൂട്ടങ്ങൾക്കിടയിൽ കാണാതായി. അവരെ തിരഞ്ഞു കണ്ടുപിടിക്കാൻ ഒരുപാട് കഷ്ടപ്പെടേണ്ടി വന്നു. ദൂരേക്ക് നീന്തിപ്പോയ ചിലർ തിരിച്ചു വരാനാവാതെ കുഴങ്ങിയത് എല്ലാവരെയും വിഷമത്തിലാക്കി. കടൽ തീരത്തെ കുപ്പിച്ചില്ലുകളിൽ ചവിട്ടി ചിലരുടെ കാലുകൾ മുറിഞ്ഞു. ഓരോ തവണയും കുട്ടികൾ തങ്ങൾക്കാവും വിധം പരസ്പരം സഹായിച്ചുകൊണ്ടിരുന്നു. മിക്ക അനുഭവങ്ങളും പക്ഷേ കുട്ടികളെ വിസ്മയിപ്പിക്കാൻ പോന്നവയായിരുന്നു. ചുറ്റുമുള്ള കാടുകളിൽ നിർത്താതെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന ചീവീടുകൾ, അല്പമകലെയുള്ള പീടികയിൽ നിരത്തി വച്ചിരിക്കുന്ന മിഠായി ഭരണികൾ. തീരത്തു തടികൾ നിരത്തിയിട്ട് വഞ്ചി പണിയുന്നതിലേർപ്പെട്ടിരിക്കുന്ന ഒരാളെ പരിചയപ്പെട്ടു. ഒരു കൂറ്റൻ വഞ്ചി അയാൾ തനിയെ ഉണ്ടാക്കുകയാണ്. കുട്ടികൾ കാണുമ്പോൾ വഞ്ചി ഏകദേശ രൂപത്തിലായി കഴിഞ്ഞിരുന്നു. എന്നും നേരം പുലരുമ്പോൾ ഉറക്കപ്പായയിൽ നിന്ന് അവർ നേരെ കടൽപ്പുറത്തേക്കാണ് ഓടുക. വഞ്ചിയുടെ പണി ഏതുവരെയായെന്നറിയാൻ. ചീവിക്കളഞ്ഞ തടിച്ചുരുളുകളിൽ നിന്ന് നീളമുള്ള ഒരെണ്ണം അയാൾ കൊച്ചു ടോറ്റോയ്ക്ക് സമ്മാനിക്കുകയും ചെയ്തു. വിനോദയാത്രയുടെ ഓർമ്മയ്ക്കായി നമുക്കൊരു ഫോട്ടോ എടുക്കാം, എന്താ? മടക്കയാത്ര ആരംഭിക്കുന്നതിന് മുമ്പ് മാസ്റ്റർ പറഞ്ഞു. എല്ലാവരും ഒന്നിച്ചിരുന്ന് ഇതുവരെ ഒരു ഫോട്ടോ എടുത്തിട്ടില്ല. അതുകൊണ്ടാകാം അവർക്കതൊരു പുതുമയുള്ള കാര്യമായാണ് തോന്നിയത്. ഒരു അധ്യാപിക ക്യാമറ തയ്യാറാക്കി. എല്ലാവരും നിരന്നു നിന്നു. അപ്പോഴുണ്ട് 1-2 പേർക്ക് മൂത്രശങ്ക. ഒരുവൻ്റെ തുകൽ ഷൂസ് കാലുകൾ തമ്മിൽ മാറിക്കിടക്കുന്നു. തിരക്കുകളെല്ലാം കഴിഞ്ഞ് ടീച്ചർ വിളിച്ചു ചോദിച്ചു, എല്ലാവരും റെഡിയായോ? 1-2 പേർ യഥാസ്ഥാനത്ത് മലർന്നു കിടക്കുകയാണ്. ഇത്രയും നേരം ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്ത് കടുകിട അനങ്ങാതിരുന്ന് അവർ തളർന്നു പോയിരുന്നു. എല്ലാവരും കൂടി ഒരുപാട് സമയമെടുത്തു. കുട്ടികൾ തങ്ങൾക്കിഷ്ടമുള്ള ഭാവത്തിൽ കടലിൻ്റെ പശ്ചാത്തലത്തിൽ കൂട്ടം കൂടി നിൽക്കുന്ന ആ ചിത്രം പക്ഷേ അവരിൽ ഓരോരുത്തർക്കും അമൂല്യമായൊരു നിധിയായി മാറി. കാലമേറെ കഴിഞ്ഞ് അത് കണ്ണിൽ തടയുമ്പോൾ ഒഴുകി വരുന്നത് മുഴുവൻ സ്മരണകളാണ്. ഉരുവിലെ യാത്ര, ചൂടുറവയിലെ സ്നാനം, രാക്കഥകളിലെ പ്രേതം, പാവമ്പൂം, അങ്ങനെയെല്ലാം. ആനന്ദത്തിൻ്റെ ആ ആദ്യത്തെ മദ്യവേനലവധി കൊച്ചു ടോറ്റോ ഒരിക്കലും മറന്നില്ല. ടോട്ടോച്ചാൻ്റെ ടോക്കിയോയിലെ വീടിന് പിന്നിലൊരു കുളത്തിൽ നിറയെ സ്വർണ്ണ മത്സ്യങ്ങളുണ്ടായിരുന്ന കാലമായിരുന്നു അത്. ചവറുകാരൻ ഒരു പടുകൂട്ടൻ കാളയെ പൂട്ടി തൻ്റെ ചപ്പുവണ്ടിയുമായി അതുവഴി കടന്നുപോയിരുന്ന കാലം.